വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ. കൊപ്പം പഞ്ചായത്തിലെ ആക്കപ്പറമ്പ് നിവാസികൾ വെള്ളക്കെട്ട് ദുരിതത്തിൽ. മഴ ശക്തമായതോടെ മലിനജലം ഉൾപ്പെടെ പാതയിലേക്കും വീടുകളിലേക്കും എത്തുന്നതാണ് ഇവിടുത്തുകാരെ ദുരിതത്തിലാക്കുന്നത്. കൊപ്പം പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന ആക്കപ്പറമ്പ് പ്രദേശത്തെ 50ഓളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായിരിക്കുന്നത്. വീടുകളിലേക്കും റോഡിലേക്കും ഒഴുകിയെത്തുന്ന മലിനജലം മൂലം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും പ്രദേശവാസികൾ അനുഭവിക്കുന്നുണ്ട്. സമീപത്തുള്ള കൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കുമെല്ലാം ഇത് ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പറമ്പിലാണ് കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിൽ വെള്ളം കെട്ടി നിന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ 4 പുറം വെള്ളം നിൽക്കുകയാണ്. ഉറവ് തളച്ചിട്ട് വന്നിട്ട് എനിക്ക് എൻ്റെ വീടിന് ഭയങ്കര ഭീഷണിയായിട്ടാണ് നിൽക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. വീട്ടിൽ എൻ്റെ ഭർത്താവ് 2-3 കുട്ടികളുണ്ട്. അവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് ആകെ ബുദ്ധിമുട്ടിരിക്കുകയാണ്. അതിന് സ്കൂളും മദർസയിലേക്കൊക്കെ പോണ കുട്ടിയാണ്. ആകെ കാലൊക്കെ പൊട്ടി ആകെ മുറി അയക്കുന്നു വെള്ളത്തിൽ കൂടെ നടന്നിട്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 2 പ്രാവശ്യം പനി പിടിച്ച് കുട്ടിക്ക്. അപ്പോൾ ആകെ ബുദ്ധിമുട്ടാണ്. അവരവിടെ ആ മതിലൊന്ന് കെട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ വെള്ളം നിൽക്കും. അതിന് അവരോട് 2-3 പ്രാവശ്യം പറഞ്ഞു. ഒന്നും ചെവിക്കൊള്ളുന്നില്ല. അവർ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ആകെ ബുദ്ധിമുട്ടാണ്. വീടിൻ്റെ തറയൊക്കെ പോയങ്ങാൻ നിൽക്കുകയാണ്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം കയറിയിട്ട്. പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം മഴക്കാലം ശക്തി പ്രാപിച്ചതോടെ റോഡിലേക്ക് ഒഴുകി തുടങ്ങിയതോടെയാണ് പ്രദേശവാസികൾ ദുരിതത്തിലായത്. അവിടെ അപ്പുറത്ത് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വെള്ളം വന്നിട്ട് കാട്ടുപന്നിയും ഇഴജന്തുക്കളും അത് വരുന്നുണ്ട്. ഒരു വിധം വെള്ളങ്ങളൊക്കെ അഴുകി വന്നിട്ട് നിറഞ്ഞിട്ട് അവിടുന്ന് അടുത്ത വീടുകളിലേക്കായിട്ടുള്ള സജനാൻ്റെ വീട്ടിലേക്കൊക്കെ വന്ന് നിറഞ്ഞ് വീടിന് ചുറ്റും വെള്ളക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അതൊക്കെയാണ് ഇപ്പോൾ ആ ഭാഗത്തെ സ്ഥിതിക്കുന്നത്. ഈ വെള്ളമാണെങ്കിൽ കൊപ്പ ഹൈസ്കൂളിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെള്ളങ്ങളാണ്. അതൊന്നും രീതിയിലുള്ള പഞ്ചായത്ത് ഒരു ചാല് നിർമ്മിച്ചിട്ടുണ്ട്. ചാലും തോടും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസിൽ ഒരു ഇതിലാണ് കിടക്കുന്നത്. അത് സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ പഞ്ചായത്തിൽ ഇന്നലെ നമ്മുടെ സജന ഒരു നിവേദനമൊക്കെ കൊടുക്കുന്നുണ്ട്. മാസ് വെക്കേഷൻ്റെ ജയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനെതിരെ നടപടി വരുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഈ വരുവട്ടിച്ചാൽ വഴി വരുന്ന വെള്ളം വന്നിട്ട് ഡയറക്റ്റ് ചാലിലേക്ക് വീഴുന്നില്ല. ആ വെള്ളം ഇങ്ങനെ പരന്നൊഴുകിയിട്ട് ഈ റോഡിലേക്ക് ആക്കത്തോട് ഈ പറഞ്ഞ റോഡിലേക്ക് പരന്നൊഴുകിയിട്ട് അപ്പോൾ കുട്ടികൾക്ക് മദ്രസയിൽ പോകാനും സ്കൂളുകളിലൊക്കെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഈ മലിനജലത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ ചൊറിച്ചലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും പലർക്കും ഉണ്ടാകുന്നുണ്ട്. നിൽക്കാൻ കൊടുത്ത മുസ്ലിം സ്ത്രീകളും കാലുമ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. പിന്നെ ഈ വെള്ളമാണെങ്കിൽ ഈ ചാലിലേക്ക് ഒന്നും വീഴുന്നുമില്ല. ഡയറക്റ്റ് ഇങ്ങനെ പരന്നൊഴുകിയിട്ട് പോകുന്ന ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ടുണ്ട്. അതിനെതിരെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് വെള്ളം കെട്ടി നിൽക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളം ശക്തമായി വീണു തുടങ്ങുന്നിടത്ത് ഓവുചാലുകൾ ഇല്ലാത്തതും വെള്ളക്കെട്ട് രൂക്ഷമാക്കുന്നു. പ്രശ്നം ഗുരുതരമായതോടെ പ്രദേശത്തെ 50ഓളം വീട്ടുകാർ ഒപ്പിട്ട പരാതി കൊപ്പം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. പിന്നെ റോഡ് താഴ്ന്നിട്ടും സ്ലാബ് മേലെ നിൽക്കുക കാരണം വെള്ളം കംപ്ലീറ്റ് റോഡിൽ കൂടെയാണ് വരുന്നത്. പിന്നെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള റോഡിൽ കൂടെയുള്ള വെള്ളം വരുന്നത് നേരെ റോട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു ഓവുപാലത്തിൻ്റെ കാര്യം അധികൃതർ ശ്രദ്ധിക്കണം. അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണം. പിന്നെ മൊത്തത്തിൽ റോഡ് മഹാമോശമായിക്കണം. റോഡ് കൊപ്പം അങ്ങാടി മുതൽ ഈ ഇറയൂര് പാടെത്തുന്നത് വരെയും റോട്ടിൽ കൂടെ വെള്ളം പരന്നിട്ടാണ് ഒഴുകുന്നത്. അതിനുള്ളൊരു അടിയന്തര പരിഹാരം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രദേശത്തെ ക്വാർട്ടേഴ്സുകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലമാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് ഒഴുക്കിവിടുന്നതെന്നും മഴ ശക്തിപ്പെടുമ്പോൾ ഇത് റോഡിലേക്ക് ഒഴുകുകയാണെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് കാടുപിടിച്ച് കിടക്കുന്നതിനാൽ വെള്ളം അവിടെ കെട്ടി നിൽക്കുകയും സമീപത്തെ വീടുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തി വീട്ടുകാരെ ദുരിതത്തിലാഴ്ത്തുകയാണ്.